എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കസ്റ്റംസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട്. മുംബൈ കസ്റ്റംസിലേക്കാണ് അവസരം വന്നിട്ടുള്ളത്. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ വാക്കൻസികൾ. മൊത്തം 22 വാക്കൻസിയാണ്. ജനറൽക്കാർക്ക് 8 വാക്കൻസി, OBC 7 വാക്കൻസി, SC-കാർക്ക് 3, ST 2, EWS 2. അങ്ങനെ ടോട്ടലി 22 വാക്കൻസിയാണ്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്താലോ? എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. സാലറി പാക്കേജ് പറയുന്നത് ലെവൽ 1 ആണ്. അതായത് 18,000 രൂപ തൊട്ട് 56,900 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന ഒരു പോസ്റ്റാണെന്നും കൂടി ഓർത്തിരിക്കുക. കസ്റ്റംസ്, മുംബൈ കസ്റ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ മുംബൈയിലായിരിക്കും ജോബ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് അവർ പ്രായപരിധിയായിട്ട് പറയുന്നത്. 18 to 25. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്. വെറും 10ാം ക്ലാസ് വെച്ച് നിങ്ങൾക്ക് SLC പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത. അപേക്ഷ അയക്കേണ്ടത് നിങ്ങൾ തപാൽ വഴിയാണ്, ഓൺലൈൻ അല്ല. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പോസ്റ്റ് ഓഫീസ് വഴി, തപാൽ വഴി. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് നിങ്ങൾ എൻവലപ്പിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത്. അഡ്രസ്സ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. 2 വർഷമായിരിക്കും ഈ ഒരു ട്രെയിനിങ് നടത്തുന്നത്. അതിനുശേഷം നിങ്ങളെ പിരിച്ചുവിടും. സെലക്ഷൻ പ്രൊസീജിയർ റിട്ടൺ എക്സാം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. ഫിസിക്കലൊന്നും വരുന്നില്ല. ആപ്ലിക്കേഷൻ ഫീസൊന്നും വരുന്നില്ല. സ്റ്റാമ്പിൻ്റെ ഫീസ് മാത്രം അവർ ഈടാക്കും. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. മുംബൈ കസ്റ്റംസിലേക്ക് ഈ ഒരു ജോബ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ മാസം 16-ാം തീയതിയാണ്. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. നവംബർ 16-ന് മുന്നേ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്തണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കേണ്ട, ഇപ്പോഴേ നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക.